ഇമോഷണൽ വെൽനെസ് എന്ന് പറയും. എന്താണ് എന്ന് പറയോ? എന്താണ് ഇമോഷണൽ വെൽനെസ് എന്ന് പറഞ്ഞാല്? സമാധാനം. നമ്മുടെ സമാധാനം തകർക്കുന്ന ഒന്നിലേക്കും നമ്മൾ പോവാതിരിക്കുക. അത്രയേ. നമ്മളെ പരിഗണിക്കുന്നവരെ നമ്മൾ പരിഗണിക്കണം, നമ്മളെ അവഗണിക്കുന്നവരെ നമ്മൾ അവഗണിക്കണം. നിങ്ങളെ പരിഗണിക്കാൻ ഒരു പൂച്ചക്കുട്ടിയെ ഈ ലോകത്തുള്ളൂ എങ്കിൽ ആ പൂച്ചക്കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. അതാണ് ഇമോഷണൽ വെൽനെസ് പറയുന്നത്. നിങ്ങളെ പരിഗണിക്കുന്നവരെ ഈ ആയുസ്സിൽ മുഴുവനും നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളെ പരിഗണിക്കാത്തവരെ, അവഗണിക്കുന്നവരെ നിങ്ങളും അവഗണിക്കണം. നിങ്ങളെ പരിഗണിക്കാൻ ഈ ലോകത്ത് ഒരു പൂച്ചക്കുഞ്ഞേ ഉള്ളൂ എങ്കിൽ ആ പൂച്ചക്കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. അതിന്റെ പേരാണ് ഇമോഷണൽ വെൽനെസ്. ഓണറബിൾ എക്സിസ്റ്റൻസും ഇമോഷണൽ വെൽനെസ് ഉള്ള സമാധാനമുള്ള മനുഷ്യരായി ജീവിക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ ആ വാക്ക് ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ക്വാളിറ്റി അയാള് ആരൊക്കെ ആകുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. മലയാളത്തിൽ പറയുന്ന പേരാണ് നന്ദി, കടപ്പാട്. നിങ്ങളുടെ അമ്മയുടെ കൈകൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ അതിൽ എത്ര പാടുകൾ ഉണ്ടാവും എന്നറിയാം. തട്ടിയ പാടുകൾ ഉണ്ടാവും, പൊള്ളിയ പാടുകൾ ഉണ്ടാവും. ആ പാടുകൾ എത്ര ഉണ്ടാവും എന്നറിയാം. എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മ, ഞാൻ ചെറിയ കുട്ടിയെ ഉമ്മ എനിക്ക് കൈ ഇങ്ങനെ കാണിച്ചു തന്നു. ഒരു ദിവസം കൈ ഇങ്ങനെ കാണിച്ചിട്ടുമ്പോ പറയാ, വെള്ളം തട്ടി കീറിയ ഈ വിരലെടുക്കുകൾ ഉമ്മ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഉമ്മക്ക് കുറച്ച് ഓസിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വൃത്തി പോരാന്നുള്ള വിചാരമില്ല, അങ്ങനത്തെ കുറച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അത് കുറച്ച് അധികമായിട്ടുള്ളത്. അപ്പൊ ഉമ്മ അന്നൊക്കെ ഞങ്ങൾ ചെറിയ കയറുന്ന കാലത്ത് ഉമ്മാന്റെ കൈകളുടെ ഈ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ളം തട്ടി 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 മുറിയിലായിരുന്നു. ഉമ്മ അതിന് കാണിച്ചു തന്നിട്ടുണ്ട്. അന്നിരിക്കാതിന് വില മനസ്സിലായിട്ടില്ല, ഇപ്പൊ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ വരുന്നത് ഇന്ന് ഇത്രയും വലിയ സദസ്സിന്റെ മുന്നിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ആ ഉമ്മാക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്റെ മനസ്സിലില്ലെങ്കിൽ എന്റെ നാവിൽ നിന്ന് അക്ഷരങ്ങൾ വരില്ല, എവിടെയെങ്കിലും തടസ്സപ്പെടും. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങനെ. അതാ നമുക്കൊരു തലവേദന വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങും.